everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 55th lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about material variances, and in this lecture, we are going to continue with the same topic, that is material variances. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്താണെന്നും അതിൻ്റെ റീസൺ എന്താണെന്നും അത് കണ്ടെത്താനുള്ള ഫോർമുല എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഡിവിഷനാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസും. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് MPV. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഈസ് that portion of material cost variance which is due to the difference between the standard price of materials used for the output achieved and the actual price of materials used. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഒരു പോർഷനാണ്. ആൻഡ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഉണ്ടാകുന്നത് അച്ചീവ് ചെയ്ത ഔട്ട്പുട്ടിന് യൂസ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസും യൂസ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് കാരണമാണ്. അതായത് അച്ചീവ് ചെയ്ത ഔട്ട്പുട്ടിന് യൂസ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസും ഉണ്ടായിരിക്കും, അതുപോലെ ആക്ച്വൽ പ്രൈസും ഉണ്ടായിരിക്കും. ആൻഡ് ഈ പറഞ്ഞ പ്രൈസസ് തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൻ്റെ ഫോർമുലയാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ യൂസേജ് ഇൻറ്റു സ്റ്റാൻഡേർഡ് യൂണിറ്റ് പ്രൈസ് മൈനസ് ആക്ച്വൽ യൂണിറ്റ് പ്രൈസ്. ആൻഡ് ഈ ഫോർമുലയിൽ ആക്ച്വൽ യൂസേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ്. ആൻഡ് ആക്ച്വൽ യൂണിറ്റ് പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് മെറ്റീരിയലിൻ്റെ ആക്ച്വൽ പ്രൈസ് ആണ് ആക്ച്വൽ യൂണിറ്റ് പ്രൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൻ്റെ മീനിങ് എന്താണെന്നും എന്തുകൊണ്ടാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഒക്കർ ചെയ്യുന്നതെന്നും മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൻ്റെ ഫോർമുല എന്താണെന്നും ഫോർമുലയിലുള്ള ഓരോ കമ്പോണൻസും എന്താണെന്നുള്ളതും ഡിസ്കസ് ചെയ്തു. ഓക്കെ, ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസ് MQV. Material usage or quantity variance is that portion of the material cost variance which is due to the difference between the standard quantity of materials specified for the actual output and the actual quantity of materials used. Material usage or quantity variance material cost varianceൻ്റെ ഒരു പോർഷനാണ്. ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ടിന് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസും യൂസ് ചെയ്ത ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ആക്ച്വൽ ഔട്ട്പുട്ടിന് സ്പെസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ആൻഡ് ആക്ച്വലി യൂസ് ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസും ഉണ്ടായിരിക്കും. സോ ഈ പറഞ്ഞ രണ്ട് ക്വാണ്ടിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസ് ഒക്കർ ചെയ്യുന്നത്. ക്ലിയർ? ആൻഡ് മെറ്റീരിയൽ യൂസേജ് ഓർ ക്വാണ്ടിറ്റി വേരിയൻസ് മേ ബി എക്സ്പ്രസ്ഡ് ആസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ ഫോർമുലയാണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഈ ഫോർമുലയിലെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മീൻസ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വിച്ച് ഷുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ദി ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡ്. അതായത് അച്ചീവ് ചെയ്ത ആക്ച്വൽ ഔട്ട്പുട്ടിന് യൂസ് ചെയ്യേണ്ടിയിരുന്ന ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലിനെയാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, we will discuss a problem on material cost variance, material price variance and material usage variance in the next lecture. Thank you.